ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റേറിയൻകാരും നോൺ വെജിറ്റേറിയൻകാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് സദ്യയ്ക്ക് മാത്രമല്ല, സാധാരണയുള്ള നമ്മുടെ ഉച്ചയൂണിന് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് വൻപയർ ഏകദേശം 6-7 മണിക്കൂർ നേരം കുതിർത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ കൂടെ ഇടാനായിട്ട് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം ചെത്തി അതിന് നടുവിലുള്ള സോഫ്റ്റായ ഭാഗമൊക്കെ കളഞ്ഞ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ വൻപയർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ആ വൻപയർ വേകാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം കുക്കർ മൂടി നമുക്ക് വിസിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വൻപയർ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മത്തങ്ങ നമുക്ക് മറ്റൊരു ചട്ടിയിലാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. മത്തങ്ങ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് വെന്ത് വരുന്നതാണല്ലോ. അപ്പോൾ മത്തങ്ങയിലേക്ക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വൻപയർ വേവിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് അവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരണം, അല്ലാതെ അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇപ്പോൾ ഇവിടെ മത്തങ്ങ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് വെന്ത വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വല്ലാതെ ഗ്രേവി ഉള്ള ഒരു കറിയല്ല, ഒരു സെമി ഗ്രേവി കറിയായിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി വെന്ത വൻപയർ ആ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയുള്ള അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വൻപയറും മത്തങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കാണും, അതുകൂടെ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ആ തേങ്ങാക്കൂട്ട് ഒന്നുകൂടെ തിളച്ചൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. അപ്പോഴേക്ക് ഇതൊന്നും ചെറുതായിട്ട് വെന്ത് നല്ല ആവിയെല്ലാം കയറി വരും. അപ്പോഴാണ് ആ തേങ്ങയെല്ലാം നന്നായി വെന്ത് അതിലേക്ക് ഒന്ന് മിക്സായിട്ട് വരുന്നത്. സെമി ഗ്രേവി പരുവത്തിലാണ് ഈ കറി ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ വൻപയർ മത്തങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് ചില സ്ഥലങ്ങളിൽ എരിശ്ശേരി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കറി ഓഫാക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ ചിരവി വെച്ച തേങ്ങയിൽ നിന്ന് ഒരു 1/4 കപ്പ് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങ ഒന്ന് ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു താളിപ്പും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കറിയിലേക്ക് അതോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മത്തങ്ങ വൻപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സാധാരണ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വെറും കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അവസാനത്തെ ആ താളിപ്പ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കൂടാതെ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.